ഇങ്ങോട്ട് വഴിയില്ലേ? സ്ഥലം എത്തി സാറേ. ഉറങ്ങാ എണീക്കടാ. ഒരു 2 ആഴ്ചയെങ്കിലും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. താൻ 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് വന്നാ മതി. എന്നാ പോയിക്കോ, നടന്നോളൂ. നടക്കങ്ങോട്ട്. മണിയണ്ട, കറക്റ്റാ തിരിച്ചു വരണേ, ഇല്ലെങ്കിൽ ജീവിതം പാഴാവും. പെട്ടെന്ന് ഇറങ്ങ്. വീഡിയോ ക്യാമറ ബാഗിനകത്ത്. പിന്നെ ഇവിടെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്. അട്ടയുണ്ടോ? അതുണ്ടാവും. ഈ കിഴവ് ആന്ധ്രപ്പന് വേറെ പണിയില്ലാഞ്ഞിട്ടാ. ആന്ധ്രപോളജി എന്ന് പറഞ്ഞ് കാട്ടിലും മേട്ടിലും അലയണതിന് പകരം വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ പോയിരുന്നെങ്കിൽ 4 കളറെങ്കിലും കാണാമായിരുന്നു. അതെ, ഈ ഡാർക്ക് കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എരുമയ്ക്ക് വിരൽ ഇളകില്ലേ സാർ? പറയിക്കല്ലേ ക്ലാസ് വെച്ച കാട്ടുപോത്ത്. ഹരി, എവിടെയോ തന്റെ കാര്യസ്ഥൻ കിട്ടുണ്ണി ഉണ്ടാവും മാട്ടുണ്ണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്ന് സാറേ, കിട്ടുണ്ണിയാട്ടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു ഒത്തിരി നേരം കാത്തു നിന്നു. സ്വല്പം വൈകിപ്പോയി. എന്നാ പിന്നെ കറിയട്ടെ. കൊട്ടാരക്കടവിലെത്താൻ ഒരുപാട് പോണം. വേണ്ട, ഒരു 1/4 മണിക്കൂർ തൊഴിഞ്ഞാ. ചേട്ടാ, അക്കരയ്ക്ക് പോയാലേ കൊട്ടാരത്തിലേക്ക് എത്താൻ വല്ല ടാക്സി കിട്ടുമോ? അയ്യോ വേണ്ട, കാട്ടിക്കൂടെ ഒരു 1/2 മണിക്കൂർ തന്നാ ടാക്സിയുടെ പല. സൂക്ഷിച്ചു വേണേ, എല്ലാരോടും കയറ്റാനുള്ള കപ്പാസിറ്റി ഒന്നും ചങ്ങാടത്തിനില്ല. എന്നാ പിന്നെ കപ്പല് വിറ്റൂടെ? ആലോചിച്ച് ചെയ്തോളാം. വേഗം പോകാം. പാലക്കൽ കൊട്ടാരം 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 കൊട്ടാരം. അന്നും കേറണ്ടോ? പോവാം. പോവാന്ന് പറഞ്ഞാ ഇത് കാറൊന്നുമല്ല, തുഴഞ്ഞാലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അതുണ്ടോ? നിങ്ങളെ പോലെ 2 പേര് ആ മരത്തിൽ. അങ്ങനെ കരയെത്തി. ഇറങ്ങുള്ളവരെ കാട്ടില് വഴിയറിയാൻ ബുദ്ധിമുട്ടോ ഗോപാല? ആ വഴിക്ക് നേരെ അങ്ങോട്ട് നടന്നാ മതി. ആരോടാന്ന് ചോദിക്കാം. ഹരിക്കറിയായിരിക്കല്ലോ, മുമ്പ് വന്നിട്ടുള്ളതല്ലേ? പണ്ടെപ്പോഴും കുട്ടിക്കാലത്ത് വഴിയൊന്നും ഓർമ്മയില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ ഭാഗത്തൊന്നുമില്ല. പിന്നെ വല്ല കുരങ്ങോ മറ്റോ കാണും. അതിനിപ്പോ കാട്ടി പോണോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. സാറിന് കൊണ്ടു ബഹളം ഉണ്ടാക്കാതെ പെട്ടെന്ന് നടക്കാൻ. രാവിലെ കിട്ടി ഒരുങ്ങി ഇറങ്ങും. വിജയ്, സ്റ്റോക്ക് തീർന്നാലേ ഗോപാലിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. അളിയോ ഉഗ്രം വാറ്റ സാധനം. ഞാനൊന്ന് പോയിട്ട് വേണ്ട, അല്ലെങ്കിൽ പിന്നെ പോയല്ലേ. പിന്നല്ലാതെ നടന്ന് മടുത്തു. എത്ര ദൂരാ? നല്ല കേറ്റല്ലേ? എന്താടോ കാല് വേനിക്കുന്നുണ്ടോ? പിന്നല്ലാതെ, എന്തായാലും നടന്നല്ലേ പറ്റൂ. ഞാൻ എടുക്കണോ? എടുക്കാനൊരു മോഹം. കിട്ടിയ ചാൻസ് വെറുതെ കളയല്ലേ. ടെൻസിങ്ങും ഹിലാരിയൊക്കെ കയറിയത് ഒരു കുന്നാണോ? ഇതല്ലേ കുന്ന്? എടോ ജോസഫേ, ടെൻസിങ്ങും ഹിലാരിയും ഒക്കെ കയറിയത് എവറസ്റ്റ് കൊടുമുടിയിലാണ്. ദാറ്റ്സ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഓഫ് ഹിമാലയ. കം ഓൺ, മൂവ് ഫാസ്റ്റ്. ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ചുകൂടി പോകണം. ഇനി വയ്യ നടക്കാൻ. ഒരു മിനിറ്റ്, അതൊന്നും ഇയാള് പോണതിന് മുമ്പേ ഇത് വാങ്ങിക്കും. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. അല്പം കഞ്ചാവ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. സാറ് വല്ലതും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അല്ല, താൻ എന്താ നോക്കുന്നേ? അല്ല, കാട്ടിലെ വല്ല എരുമയെ പോത്തുണ്ടോ നോക്കരുത് സാർ. നോക്കിയേ, അവിടെ കൊട്ടാരം. വാട്ട് എ ബ്യൂട്ടിഫുൾ പാലസ് ഇൻസൈഡ് ദ ജംഗിൾ. കിഴവൻ ആന്ധ്രപ്പന് പറ്റിയ സ്ഥലം. വെരി ഗുഡ് ഫോർ ആന്ധ്രപോളജി. ആന്ധ്രപ്പനൊക്കെ അങ്ങ് പോയി സാറേ. അങ്ങേരിപ്പോ ചൂടാവും. വാ നടക്ക്.
കൊട്ടാരത്തിലേക്കുള്ള വഴി ഇതല്ലേ? അതെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പോലെ ആന്ത്രപ്പോളജി പഠിക്കാൻ കാട്ടി കയറിയവരാണ് ഇപ്പൊ ഈ പരുവായി. കഷ്ടം. ഒന്ന് മതിയാകടോ ഇതിന്. എന്തായാലും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവിടെ എത്തിയല്ലോ. ഭാഗ്യം. നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്നു. നല്ല കേട്ട്. പഴയ കാലത്തെ പണിയല്ലേ? ഹരിയുടെ അപ്പൂപ്പന്റെ കാലത്ത് ഉണ്ടാക്കിയതാ. മൊത്തത്തിൽ സെറ്റപ്പ് അത്ര മോശമല്ലേട്ടാ. എന്താ വിജയ് വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല സർ. അങ്ങനെ നമ്മൾ രാജധാനിയിലേക്ക് സമാഗതരായിരിക്കുകയാണ്. രാജാവിനെ വിളിച്ചു വല്ല ഫുഡ് ഐറ്റംസ് റെഡിയാക്കാൻ പറ. പെട്ടെന്ന് വല്ലതും തള്ളി കയറ്റില്ലെങ്കിലേ ഈ കാട്ടി കിടന്ന് കട്ടയായി പോകും. വെറുതെ അല്ല സാറിന് എല്ലാരും തീറ്റിപ്പണ്ടായിരുന്നു വിളിക്കുന്നത്. കിട്ടുണ്ണി എത്തിയല്ലോ. ഇത്രയും വൈകിയപ്പോ പരിപാടി മാറ്റിക്കാണോന്ന് വിചാരിച്ചു. ഹേയ്, പരിപാടിയൊക്കെ അങ്ങനെ മാറ്റാൻ ഒക്കുവോ? വരൂ, മുറിയൊക്കെ കാണിച്ചു തരാം. വരൂ വരൂ. അയ്യേ, ഇയാളാണോ രാജാവ്? എനിക്കറിയത്തില്ല. യാതൊരു എടുക്കൂല്ലല്ലോ. ആഗ്ലി ഓൾഡ് ക്രീച്ചർ. ഹരിവർമ്മ തമ്പുരാന്റെ പാലക്കൽ കൊട്ടാരത്തിലേക്ക് എരുമേലി സാറിന് സ്വാഗതം. ഇവനാര്? കൊട്ടാര റിസപ്ഷനിസ്റ്റാ. ഇഡിയറ്റ്സ്. സസ്യാഹാരം മാത്രമേ ഇവിടെ പതിവുള്ളൂ. ഇഷ്ടമാവോന്നറിയില്ല. കൊട്ടാരത്തി ശങ്കുണ്ണിച്ചേ കിട്ടുണ്ണി പ്രശ്നമാക്കൂ. അതിന് വഴിയുണ്ട്. പറഞ്ഞോളൂ. എനിക്കും എരുമേലി സാറിനും ഭക്ഷണത്തിന് മുന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഞങ്ങൾ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം കഴിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാ പാപിയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഭക്ഷണം മോശമായി എന്നുണ്ടോ? ഏയ്, അതൊന്നും അല്ല. അവർക്ക് ആഹാരത്തിന് മുമ്പ് അല്പം മരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്. എന്താണാവോ അസുഖം? അതാ ബഹുരസം. ഇന്നേ വരെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അവർക്കും. വേഗം ആഹാരം കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ 7:30 മണിക്ക് പുറപ്പെടണം. ഓക്കെ സർ. ബ്യൂട്ടിഫുൾ ഹരി, റിയലി ഫാന്റാസ്റ്റിക്. ഹരിവർമ്മ തമ്പ്രാൻ ഭാഗ്യവാനാ. സുന്ദരമായ കാടും അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊട്ടാരവും. കോപ്പാണ് കോപ്പ്. കൊട്ടാരത്രേ. ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, അറിയോ? അതെ, കൊട്ടാരത്തിൽ ഉറങ്ങി പരിചയമില്ലാത്തോണ്ടാ. ഹലോ, ആക്കല്ലേ ആക്കല്ലേ. എടാ, ഇതിന്റെ പേര് പാലക്കൽ കൊട്ടാരെന്നല്ല, കൊതുക് വളർത്തൽ കേന്ദ്രം എന്നാ. ശരിയാ, എന്നെയും കടിച്ചു. അയ്യോ, എവിടെ? അയ്യോ, അനുവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ. അയ്യോ, എവിടെ? പിന്നെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ഹരിയെ പോലെയാണെന്ന് വിചാരിച്ചാ. നമ്മളെ വിട്ടേക്ക്, നമ്മൾ ജീവിച്ചു പോകട്ടെ. എന്നാ ജീവിച്ചോ. വാ വാ വാ. ഇതാര്? പി.ടി. ഉഷയുടെ കസിനാ. ഇതുപോലെ വേണം. 21ാം നൂറ്റാണ്ടിലേക്ക് പറ്റിയ ജോഡി. എപ്പോ തുടങ്ങി? കറക്റ്റ് 6:30. ഞാൻ നോക്കുമ്പോ കാതറിനൊരു കമ്പനിയില്ലാതെ നിൽക്കുന്നു. പിന്നെ ഞാനും അങ്ങ് കൂടി. ഏതായാലും ഫ്രഷായി. ശ്രീദേവിക്ക് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. അയ്യേ, ഇത്തരം വേഷിട്ടുണ്ട് കാലത്തെ കിടന്ന് ഓടാൻ ഞങ്ങളെ കിട്ടില്ല. ഇനിയിപ്പോ അനു ഓടാൻ തുടങ്ങി എന്റെ കാര്യ. പിന്നെ അനു തന്റെ കാലുണ്ടല്ലോ. ശ്രീദേവി, ഓട്ടവും ചാട്ടവും ഒക്കെ മതി. കറക്റ്റ് 7:30 റെഡി ആവണം. പ്രൊഫസറുടെ ഓർഡറാ. അയ്യോ, ഞാനതൊക്കെ മറന്നു. വേഗം കുളിച്ചേക്കാം. ഒരുമിച്ചാണോ കുളിക്കുന്നത്?